വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഏപ്രിൽ 9 വെനസ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ട്രേഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു അനാലിസിസ് ആണ്. അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് 3:30 മോർണിംഗ് തൊട്ട് ഒരു 8:30 മോർണിംഗ് വരെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കൂടുതലും നമ്മൾക്കൊരു ഡേ ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയും ടൈമിൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഓവറോൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് നിൽക്കുന്നത് സെല്ലിലാണ് നിൽക്കുന്നത്. അതായത് 1 അവർ വരെയുള്ള ടൈം ഫ്രെയിമുകളൊക്കെ ഗോൾഡിൻ്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിലാണ്. അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമുകളെല്ലാം ബൈയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബൈയിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സെല്ലിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം അതിലേറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. ഓരോ റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ ആക്ഷൻസ് നടക്കുന്ന ഒരു മാർക്കറ്റാണ് സൈഡ് വേസ് മാർക്കറ്റ്. സൈഡ് വേസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ വേഗത്തിൽ നമ്മളുടെ SL ഹിറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാർക്കറ്റാണ്. അതായത് നമ്മളിപ്പം സെല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബൈ ഒക്കെ പോയതിന് ശേഷമായിരിക്കും പിന്നെ നമ്മുടെ പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത. അതിനിടയ്ക്ക് നമുക്ക് SL പോകാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. ഈ 2 വീക്സ് ആയിട്ട് ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റാണ് നമുക്കുള്ളത്. സൈഡ് വേസ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് SL ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബൈയിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം പലതും എൻട്രികൾ എടുക്കാനും പിന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മളുടെ TPകളൊക്കെ ഹിറ്റായി പിന്നീട് നമ്മൾ വീണ്ടും റീ എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റ് റിവേഴ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇന്നത്തെ ഒരു മാർക്കറ്റ് അനാലിസിസിൽ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് 4734.78 അതുപോലെ തന്നെ നിലവിൽ 4698.50 ലോവസ്റ്റ് റേറ്റും വന്നിരിക്കുന്നത്. ഇന്നലെ വലിയൊരു 4857 സംതിങ് വരെ പോയതിന് ശേഷം മാർക്കറ്റ് പിന്നീടും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നിലവിൽ ഇന്നത്തെ ഒരു കറണ്ട് മാർക്കറ്റിൽ ഹയസ്റ്റ് പ്രൈസ് 4734 അതുപോലെ തന്നെ 4698 ആണ്. 4734 ബ്രേക്ക് ചെയ്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ 4750-60 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ 4698 ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ 4650-80 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിലവിലുള്ള സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4728-34 റേഞ്ചുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെയൊക്കെ നമുക്ക് സെല്ല് പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 4702 അതുപോലെ തന്നെ 708, 712, 4700 റേഞ്ചുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. അവിടെ ധാരാളം ബൈ ഓർഡേഴ്സ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് 4685, 4670 റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്നും നമുക്ക് അത്യാവശ്യം സ്കാൽപ്പിംഗ് ട്രേഡിനാണ് ഈ ഒരു മാർക്കറ്റ് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. ഇൻട്രാഡേ ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ ഒരു സ്കാൽപ്പിംഗ് ട്രേഡിനാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റ് കുറച്ചുകൂടി, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു 100 പിപ്സോ ഒരു 50 പിപ്സോ ആ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. ലോങ് റൺ എന്ന് പറയുമ്പോൾ SL ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ സ്ട്രോങ് സപ്പോർട്ട് ഏരിയകൾ 4700 ആ റേഞ്ചിലൊക്കെയുള്ള സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. പക്ഷേ 4698 ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓവറോൾ മാർക്കറ്റിൻ്റെ സെല്ലിൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു ലോങ് റൺ ഒരു സെല്ലിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ ഫാസ്റ്റായിട്ട് അതായത് ലോങ് റൺ വളരെ ഫാസ്റ്റ്
ആയിട്ടൊക്കെ എസ് ഹിറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സ്ട്രാറ്റജി നോക്കി കറക്റ്റ് പെർഫെക്റ്റ് എൻട്രി കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എസ് കറക്റ്റ് വെച്ചിട്ട് മാത്രം സെല്ലിലേക്കും ബൈയിലേക്കും നമുക്ക് ട്രേഡ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നിലവിൽ മാർക്കറ്റ് ഒരു ന്യൂട്രലിലാണ് നിൽക്കുന്നത്. നിലവിൽ മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് സെല്ല് ബൈ ന്യൂട്രലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് സൈഡ് വേസ് വരുന്നത്. സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കറക്റ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ പെർഫെക്റ്റ് എൻട്രികളൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. പക്ഷേ വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യണമെന്ന് മാത്രം. നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ XIUSDയുടെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. ഇന്നും നമ്മൾ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റാണ്, സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XIUSDയുടെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്